ഹലോ ആൻഡ് വെൽക്കം ടു അനദർ പ്രൊഡക്റ്റീവ് എപ്പിസോഡ് ഓഫ് UPSC വിത്ത് ഐശ്വര്യ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ ഇയർ റെസൊല്യൂഷനെ പറ്റിയാണ്. പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്യാണ്, എന്തൊക്കെ കാര്യങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആയി ഇരുന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു 10 പുതിയ റെസൊല്യൂഷൻസ് തരാം. അതിനകത്ത് ചിലത് നിങ്ങൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കാം, ചിലത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം. അപ്പം നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് ഒരു 5 റെസൊല്യൂഷൻ എങ്കിലും അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ വീഡിയോ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള 5 റെസൊല്യൂഷനും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് റെസൊല്യൂഷൻ ദാറ്റ് ഐ വോണ്ട് ടു ഡിസ്കസ് ഈസ് കൺസിസ്റ്റൻസി ഓവർ ഇന്റൻസിറ്റി. അതായത് നിങ്ങൾ ഇനിയുള്ള ഈ ഒരു വർഷം നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പഠിച്ചു മറിക്കാം എന്നുള്ളതിനെക്കാട്ടിലും ഡെയിലി ഞാൻ എന്ത് വന്നാലും പഠിച്ചിരിക്കും, ഞാൻ കൺസിസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളൊരു റെസൊല്യൂഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതിനൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. എന്താണ്? ഒരു ദിവസം മിനിമം 3 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ആ 3 മണിക്കൂർ എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഒന്നെങ്കിൽ രാവിലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം, രാത്രി ആയിരിക്കാം. അറ്റ്ലീസ്റ്റ് 3 hours ഓഫ് സ്റ്റഡി. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. കൺസിസ്റ്റൻസി ഓവർ ഇന്റൻസിറ്റി. ഓക്കെ, ഇനി രണ്ടാമത്തെ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളിത് മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് ഇസ് അബൌട്ട് പ്രോക്രാസ്റ്റിനേഷൻ. അവോയ്ഡ് പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ളതാണ് രണ്ടാമത് പറയാനുള്ളത്. എങ്ങനെ പ്രോക്രാസ്റ്റിനേഷൻ അവോയ്ഡ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം നാളെ ചെയ്യാലോ അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാലോ എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ നിങ്ങൾക്ക് മാറ്റി വെച്ചേ തീരുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ പ്രയർ പ്ലാൻ ചെയ്യണം. ആ പ്രയർ പ്ലാനിങ്ങിൽ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കണം നിങ്ങൾ മാറ്റി വെക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ അതേപോലെ തന്നെ there is a book, അതിന് ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈറ്റ് ദ ബിഗ് ഫ്രോഗ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു തവളയെ തിന്നണം എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ തവളയെ നിങ്ങൾ തിന്നു എന്നുള്ളതാണ് പറയുന്നത്. ചെറിയ തവളകൾ ചാടിപ്പോക്കോട്ടെ. അപ്പൊ ആ ബുക്കിന്റെ ലിങ്ക് ഞാൻ എന്തായാലും കൊടുത്തിരിക്കാം. ഒരു സ്റ്റുഡന്റ് വായിക്കേണ്ട മസ്റ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് അത്. രണ്ടാമത്തെ ടിപ്പ് അതായിരുന്നു അവോയ്ഡ് പ്രോക്രാസ്റ്റിനേഷൻ. മൂന്നാമത്തെ ടിപ്പ് എനിക്ക് പറയാനുള്ളത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. 2 മെത്തേഡ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യാം. ഏത് ന്യൂസ് പേപ്പറോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വായിക്കാം. അതല്ല, ന്യൂസ് പേപ്പർ വായിക്കാൻ സമയമില്ലാത്ത കുട്ടികളാണ്, ഇപ്പൊ നിങ്ങൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ന്യൂസ് നോക്കാം എന്ന് ചിന്തിക്കുന്നവർക്ക് പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതാണ് ഇൻഷോർട്സ്. ആൻഡ്രോയിഡിലും അതേപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തേക്കാം. അതാണ് മൂന്നാമത്തെ ടിപ്പ്. നാലാമത്തെ റെസൊല്യൂഷൻ പറയാം, സ്മാർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറേ ഇങ്ങനെ പഠിച്ചു കൂട്ടുകയാണ്, എന്നിട്ട് എന്ത് പഠിച്ചു തീർന്നില്ല എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ എൻ്റെ ഒരു സജഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിച്ച് തീർന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക. പഠിച്ച് തീരാനുള്ള കാര്യങ്ങളെക്കാട്ടിലും നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതിന്റെ കറക്റ്റ് ഐഡിയ നിങ്ങൾക്ക് അപ്പൊ കിട്ടും. അതൊരു സ്മാർട്ട് സ്റ്റഡീസ് ആണ്. രണ്ടാമത്തെ ഒരു മെത്തേഡ്, നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കാം. ഞാൻ ഒരുപാട് നോട്ട് മേക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ലിങ്ക് ഞാൻ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അത് മാത്രമല്ല, ഫ്ലാഷ് കാർഡ് സിസ്റ്റംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിന്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം. അപ്പൊ ഇങ്ങനെയുള്ള സ്മാർട്ട് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുക. അതാണ് സ്മാർട്ട് വർക്ക്, എന്റെ 4ാമത്തെ റെസൊല്യൂഷൻ. ഇനി 5ാമത്തെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെന്താന്ന് വെച്ചാൽ പുതിയൊരു ഹോബി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഹോബി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ചിലവർക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു മന്തിൽ ഞാൻ ഒരു ബുക്കെങ്കിലും വായിക്കാം എന്നുള്ള രീതിയിലൊരു ഹോബി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. അതല്ല, നിങ്ങൾക്ക് ഓൺലൈൻ പ്രസൻസ് കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്ക്രോളിങ്ങിന് പകരം ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ബ്ലോഗിങ് ഒരു അടിപൊളി ഹോബിയാണ്. അപ്പൊ ഇതിനായിട്ട് നമുക്ക് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. കോറ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ റെഡിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലസ് വെബ്സൈറ്റ് ഉണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വായിക്കാനായിട്ട് കിട്ടും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ കോറയുടെയും റെഡിറ്റിന്റെയും ലിങ്കും ഞാൻ കൊടുത്തിരിക്കാം. ഇത് നിങ്ങൾ ബ്ലോഗിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഈസിയസ്റ്റ് വേ ഇതാണ്, റൈറ്റിംഗ്. അതല്ലാതെ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാം. ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇതെല്ലാം നിങ്ങളുടെ പുതിയ ഹോബീസ് ആയിട്ട് നിങ്ങൾക്ക് കൾട്ടിവേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡീസിനെയും നിങ്ങളുടെ പേഴ്സണാലിറ്റിനെയും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഹോബീസ് ആയിരിക്കും ഇതെല്ലാം. ഇനി വേറൊരു ഹോബി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റേഴ്സ് ടു എഡിറ്റർ എന്ന് പറയുമ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഏതൊരു ന്യൂസ് പേപ്പറിലും ഉണ്ടായിരിക്കും എഡിറ്റേഴ്സിന് നമുക്ക് ലെറ്റർ എഴുതാം. അപ്പം നമ്മൾ വായിക്കുന്ന ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസിൽ നമുക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു കത്തായിട്ട് എഡിറ്റർക്ക് മെയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതും നല്ലൊരു ഹോബിയാണ്. ഡെയിലി ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി ഒരു ലെറ്റർ അയക്കാം എഡിറ്ററിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരു അക്കൗണ്ടബിലിറ്റി ഫാക്ടറും കൂടി ആയിരിക്കും ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ 5ാമത്തെ
റെസൊല്യൂഷൻ. ആറാമത്തെ റെസൊല്യൂഷനാണ് മെന്റൽ ഹെൽത്ത്. എന്തെങ്കിലും കാര്യമില്ല, മെന്റൽ ഹെൽത്ത് ഇല്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോകും അല്ലേ? അപ്പൊ മെന്റൽ ഹെൽത്തിന് വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് മൈൻഡ്ഫുൾനെസ്. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് ക്ലിയർ ആക്കാനും നമ്മുടെ മൈൻഡ് ഫിൽ ചെയ്യാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് വേണമെങ്കിൽ ജേർണലിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം, നിങ്ങൾക്ക് ചെറിയ ചെറിയ വാക്കിങ്ങോ അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ യോഗ പ്രാക്ടീസസോ അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ട ആളോട് സംസാരിക്കുന്നതോ എല്ലാം മൈൻഡ്ഫുൾനെസ്സിന്റെ ഭാഗമായിട്ട് വരും. അപ്പം മെന്റൽ ഹെൽത്ത് പ്രയോറിറ്റൈസ് ചെയ്യുക. 2025 ഷുഡ് ബി ഇയർ ദാറ്റ് യു പ്രയോറിറ്റൈസ് യുവർ മെന്റൽ ഹെൽത്ത്. ഇനി അടുത്ത റെസൊല്യൂഷൻ നമ്പർ 7 ഞാൻ പറയാൻ പോകുന്നത് ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചാണ്. അപ്പൊ ഫിസിക്കൽ ഹെൽത്തിന് നമുക്ക് എന്ത് വേണം? നല്ല ഭക്ഷണം, നല്ല എക്സസൈസ് അല്ലേ? അപ്പൊ ഭക്ഷണത്തിൽ നിങ്ങൾ നല്ല ഈറ്റിംഗ് ഹാബിറ്റ്സ് കൊണ്ടുവരിക, കൂടുതൽ മൈക്രോ ന്യൂട്രിയൻസ്, ഫൈബർ, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അതേപോലെ തന്നെ ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനാണെങ്കിൽ മിനിമം ഒരു 15 മിനിറ്റ്സിന്റെ വർക്കൗട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഞാൻ വാക്കിംഗ് ആണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പൊ അത് യോഗ ആവാം, ജിമ്മിൽ പോകുന്നതാവാം, വാക്കിംഗ് തന്നെ ആവാം, റണ്ണിങ് ആവാം, ഇറ്റ് ഈസ് അപ് ടു യു. ഓക്കെ, അപ്പൊ അതാണ് 7ാമത്തെ റെസൊല്യൂഷൻ. 8ാമത്തെ റെസൊല്യൂഷൻ പറയട്ടെ, ഗ്രാറ്റിറ്റ്യൂഡിൽ വർക്ക് ചെയ്യാം. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? നമുക്ക് നമ്മളെ ചുറ്റുമുള്ള കാര്യങ്ങളോട്, ആൾക്കാരോട് ഒരു നന്ദി സൂചകമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതിനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പൊ പല കുട്ടികളും എപ്പോഴും വിഷമിച്ചിരിക്കും, എനിക്ക് അതില്ല, ഇതില്ല, എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഇല്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. അപ്പോൾ അതിന് പകരം യു വർക്ക് ഓൺ ദ ഗ്രാറ്റിറ്റ്യൂഡ് പാർട്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ അനുകൂല സാഹചര്യങ്ങളെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആവട്ടെ, ഫാമിലി ആവട്ടെ, കസിൻസ് ആവട്ടെ, അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. അതുപോലെ അവരോട് നന്ദി കാണിക്കുക. അതേപോലെ നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും എംബ്രേസ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക എന്ന് പറയുന്നത്. അപ്പൊ വർക്ക് ഓൺ യുവർ ഗ്രാറ്റിറ്റ്യൂഡ്. ഇതാണ് 8ാമത്തെ നിങ്ങൾക്കുള്ള റെസൊല്യൂഷൻ. 9ാമത്തെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. 2025 നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ്, നിങ്ങൾ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ലിസ്റ്റ്, അതേപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന സ്ഥലങ്ങളിൽ പോകണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ആഗ്രഹിക്കുന്ന കംപ്ലീറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിനെയാണ് ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു 10 കാര്യങ്ങൾ ഈ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിലൊരു 4 കാര്യമോ 5 കാര്യമെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും 2025 ഒരു സക്സസ് ആയി എന്ന് നിങ്ങൾക്ക് പറയാലോ. അപ്പൊ ഒരു സക്സസിനെ നമ്മൾ കൂടുതലായിട്ട് അളക്കുന്നതും നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ ബക്കറ്റ് ലിസ്റ്റിൽ ചെയ്തു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടും കൂടെ ഉള്ളതാണ്. അപ്പൊ കീപ്പ് എ ബക്കറ്റ് ലിസ്റ്റ് എന്നുള്ളതാണ് 9ാമത്തെ നിങ്ങളോടുള്ള റെസൊല്യൂഷൻ. 10ാമത്തെ റെസൊല്യൂഷൻ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ്. സ്ക്രീൻ ടൈം എല്ലാവർക്കും പ്രശ്നമാണ്, ബ്രെയിൻ റോട്ടിങ് ഒരു പ്രോബ്ലം ആയിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടി ഞാനൊരു കാര്യം സജസ്റ്റ് ചെയ്യാം. നിങ്ങൾ എണീറ്റിട്ട് 1 മണിക്കൂർ ഫോൺ നോക്കാതിരിക്കുക, കിടക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പേ ഫോൺ നോക്കാതിരിക്കുക. ഇതൊരു നല്ല സ്ട്രാറ്റജിയാണ്. അത് നിങ്ങൾക്ക് 2 മണിക്കൂറാക്കാം, 3 മണിക്കൂറാക്കാം, അക്കോർഡിംഗ് ടു യു. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആക്കാം. ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു 2 hours ഫോൺ സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാക്കാം, എപ്പോൾ വേണമെങ്കിലും. അപ്പൊ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ എണീറ്റിട്ട് ആദ്യത്തെ 3 hours ഞാൻ ഫോൺ യൂസ് ചെയ്യില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും മോസ്റ്റ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റിട്ടുള്ള 3 hours ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ ടൈം പീരീഡിൽ ഞാൻ ഫോൺ യൂസ് ചെയ്യാതിരിക്കാൻ നോക്കും. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ക്രീൻ ടൈം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പറയുന്ന ഈ 10 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു 5 കാര്യമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ റെസൊല്യൂഷൻ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന റെസൊല്യൂഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് കമന്റ് ബോക്സിൽ ചൂസ് ചെയ്യാം. ഇനി ഞാൻ പറയാം എന്റെ റെസൊല്യൂഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ഒന്ന്, ഞാൻ ഈറ്റ് ഹെൽത്തി എന്ന് പറയുന്ന കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. എന്റെ മെന്റൽ ഹെൽത്തിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യും. പ്രോക്രാസ്റ്റിനേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡിൽ ഞാൻ വർക്ക് ചെയ്യും. എന്തായാലും ഞാൻ ഒരു പുതിയ ഹോബി കൂടെ കണ്ടുപിടിക്കും. അപ്പൊ ഇതാണ് എന്റെ റെസൊല്യൂഷൻ. അപ്പൊ നിങ്ങളുടെ റെസൊല്യൂഷൻ എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഈ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടം പോലെ കമന്റ്സ് പോസ്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.